അവനിങ്ങ് വരട്ടെ. എഴുന്നേക്കടാ. ഗീത ചേച്ചിയുടെ മോൻ അഭിലാഷിനെ ഞാൻ നിന്റെ പഴയ ജീന് കൊടുത്തായിരുന്നു. നീ തിരിച്ചു മേടിച്ചോടാ? ഞാൻ മേടിച്ചു. അത് എന്റെ പാന്റാണ്. എന്റെ അച്ഛനെ എത്ര പാന്റ് അലമാരിയിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് നിനക്ക് അറിയോ? എടാ, കഴിഞ്ഞ മാസം തന്നെ നിനക്ക് 4 ബാഗി പാന്റ് ഞാൻ മേടിച്ചു. പറയുമ്പോ ഫൈവ് സ്ലീവ് ബാഗി പാന്റ്. എന്റെ മോനെ ഇടുന്നില്ലെങ്കിൽ ആരെങ്കിലും അത് ഉപയോഗിക്കട്ടെ. അതെനിക്ക് കളിക്കാൻ പോകുമ്പോ ഇടാറില്ല. വേറെ ആരും ഉണ്ടാവില്ല. ട്രാക്ക് സൂട്ട് എത്ര എണ്ണം അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് അറിയാമോ? എനിക്കറിയില്ല എന്റെ തമ്പുരാനെ എങ്ങനെയും ഇവർ പറഞ്ഞ് മനസ്സിലാക്കണം. എന്റെ മക്കളെ, അഹങ്കാരം പാടില്ല. ഞാൻ ആ പാന്റ് കൊടുത്തപ്പോ ആ കുഞ്ഞിന്റെ ഒരു സന്തോഷം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അവർക്ക് ഇല്ലാത്തത് കൊണ്ടല്ലേ എന്റെ മക്കളെ നമ്മൾ കൊടുത്തത്. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ആ പാന്റ് മേടിച്ചത്. ഇനി എന്താന്ന് പറഞ്ഞാല് ഞാൻ അവനെ കൊടുക്കൂല. നിനക്കൊക്കെ പറയുമ്പോ പറയണ്ടേ, എല്ലാം മേടിച്ചിരുന്നതിന്റെ അഹങ്കാരം. നിങ്ങളുടെ അച്ചാച്ചനെ അവിടെ നീ കഷ്ടപ്പെട്ട് പൈസ എഴുതി അയച്ചു തരുമ്പേ മക്കൾ നന്നായി നോക്കണേ. അവർക്ക് വാങ്ങിക്കൊടുക്ക്. പെരുന്നാളിനൊക്കെ കഴിഞ്ഞ ദിവസം എത്ര കിലോയുടെ കേക്കാ വാങ്ങി നിനക്ക് അറിയാവോ? എത്ര പേരുടെ ഡ്രസ്സാണ് നിനക്ക് വാങ്ങി തന്നിരിക്കുന്നത്. എനിക്ക് എന്റെ തെറ്റല്ല. പറയുന്നെല്ലാം പറയുമ്പോ നിങ്ങൾക്ക് മേടിച്ചെന്ന് നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാട് പറയാതെ നിങ്ങൾ വളർത്തിയെന്നുള്ളതാ ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പണ്ടൊക്കെ ഒരു ജോഡി യൂണിഫോമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ തുന്നിക്കൂട്ടി ഞങ്ങൾ ഇട്ടിട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ ആരും ഒരു കണക്ക് പറഞ്ഞിട്ടില്ല. അമ്മയുടെ അടുത്ത് ചാച്ചന്റെ അടുത്ത് കരഞ്ഞു ചെന്നിട്ടില്ല. അറിയാമോ നിങ്ങൾക്ക്? എന്ത് മേടിച്ചു തന്നാലും ഒരു തൃപ്തിയില്ല. എനിക്ക് അതില്ല ഇതില്ല. ഈ പരാതി കേട്ട് ഞാൻ മടുത്തു. നിങ്ങൾക്കൊക്കെ പൈസയുടെ വില അറിയാത്തോണ്ടാ. എടാ, ഞങ്ങളൊക്കെ ഒരു 50 പൈസക്ക് വേണ്ടി തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി കടം ചോദിച്ചിട്ടുണ്ട്. അറിയാവോ? എനിക്ക് ഇന്നും എന്റെ ഓർമ്മയുണ്ട്. അമ്മേനോട് ചോദിച്ച ഒരു 50 പൈസ ഇല്ലാഞ്ഞിട്ടേ തൊട്ടടുത്തുള്ള വീട്ടിൽ ആൻസി ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരു 50 പൈസക്ക് വേണ്ടി എഴുതുന്നത്. ആ പൈസ കൊണ്ടാ പോയി പെൻസിൽ മേടിച്ചിട്ട് വന്നത്. അത് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുമായിരുന്നു ഞങ്ങള്. അറിയോ? അതിനൊന്ന് വിലയൊന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അമ്മേന്റെ അപ്പന്റെ ഒന്ന് കണ്ണുനീര് കണ്ട നിങ്ങളുടെ മനസ്സൊന്നും അറിയില്ലടാ. സോറി അമ്മ, ഇനി ഞാൻ എന്റെ പുതിയ ബാഗ്